ശ്രീ ഷാഫി പറമ്പിൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നിപ്പോൾ രണ്ട് സുന്നി പത്രങ്ങളിൽ സിറാജിലും സുപ്രഭാതത്തിലും LDFന്റെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. അത് സന്ദീപ് വാര്യരുടെ ചില പോസ്റ്റുകൾ കാണിച്ചുകൊണ്ടാണ്. ഇത് സത്യത്തിൽ വടകരയിലെ കാഫിർ പോസ്റ്റുമായി ചേർത്ത് വെക്കാവുന്ന ഒരു നീക്കമായിട്ടാണ് താങ്കൾ കാണുന്നത്? അതിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണ്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണ്. കാരണം വിഭാഗീയതയിൽ നിന്ന്, വർഗീയതയിൽ നിന്ന്, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന്, വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ആ ആശയങ്ങളെ ദൂരെ കളഞ്ഞിട്ട് ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര ബോധത്തോടൊപ്പം ചേരുന്നു എന്ന് ഒരാൾ പ്രഖ്യാപിക്കുന്നതിന് ബൈ ഇലക്ഷൻ 20-ഓ 23-നോ കഴിയും. അത് മൊത്തത്തിൽ നാടിന് ഗുണമുള്ള കാര്യമല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ പത്രത്തിൻ്റെ ഒരു കോപ്പി ആദ്യം AK ബാലൻ്റെ വീട്ടിൽ CPM നേരിട്ട് എത്തിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു കോപ്പി MP രാജേഷിൻ്റെ വീട്ടിലും എത്തിച്ചു കൊടുക്കണം. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് ആദ്യം പറഞ്ഞത് ആരാ? അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജിപ്പുമില്ല, ഞങ്ങൾ തുറന്ന് സ്വാഗതം ചെയ്യുന്നു, ആശയങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞവരാരാ? മന്ത്രി, മുൻമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഈ കാണിക്കുന്ന അസ്വസ്ഥത അത് BJPക്ക് വേണ്ടിയുള്ള അസ്വസ്ഥതയാണ്. BJPയിൽ നിന്ന് ഒരാൾ പോയാൽ എന്തിനാ CPM കരയുന്നേ? BJPയിലേക്ക് ഒരാൾ പോയാൽ ഏറ്റവും ആഘോഷിക്കുന്നതും CPM ആണ്. BJPയിൽ നിന്ന് ഒരാൾ പോയാൽ ഏറ്റവും കരയുന്നതും CPM ആണ്. ഇത് CPM പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ രണ്ട് പത്രം മാത്രം തിരഞ്ഞെടുത്തിട്ട് ദേശാഭിമാനിക്ക് കൊടുക്കാത്ത പരസ്യം, ദേശാഭിമാനിക്ക് കൊടുക്കാത്ത പരസ്യം എന്ന് വെച്ചാൽ എന്താ? ദേശാഭിമാനിയിലെ മറ്റു വായനക്കാർക്ക് പോലും ഈ പരസ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ റിസർവേഷൻ ഉള്ളത് കൊണ്ടല്ലേ? ഹീനമായൊരു ശ്രമമായി പോയി. CPMന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഘപരിവാർ ലൈനിൽ CPM ഉറച്ചു നിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും നിരന്തരം ഉണ്ടാവുകയാണ്. ഇപ്പം പാണക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, മുനമ്പത്ത് ഒരു കുടുംബം പോലും കുടിയൊഴിപ്പിക്കപ്പെടരുത്, ഒരു കുടുംബത്തിന് പോലും ആശങ്ക ഇനി തുടരുന്നതിൽ അർത്ഥമില്ല, അത് രമ്യമായി പരിഹരിക്കണമെന്ന് പിന്നെ പറഞ്ഞ് സഭയുമായി ചർച്ച നടത്തി പാണക്കാട് തങ്ങൾ ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാവരും നാടിൻ്റെ ഐക്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിനെ ചേർത്ത് പിടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട മുഖ്യമന്ത്രി സുരേന്ദ്രൻ്റെ ടോണിലാണ് സംസാരിക്കുന്നത്. സുരേന്ദ്രൻ്റെ പാസിലാണ് മുഖ്യമന്ത്രി ഗോളടിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു സെൽഫ് ഗോളായിട്ട് അവർക്ക് വീഴും. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമാകുമെന്നുള്ളൊരു ചിന്തയിൽ നിന്നായിരിക്കുമോ ഇത്തരത്തിലെ ഒരു പരസ്യം, ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് LDF കടന്നുണ്ടാവും? അത്തരം CPMനെ സംബന്ധിച്ചിടത്തോളം തരം താണൊരു നടപടിയായിപ്പോയി. ഇങ്ങനെ ഒരു പരസ്യം രണ്ട് പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിലൂടെ അവർ സത്യം പറഞ്ഞാൽ എല്ലാ കമ്മ്യൂണിറ്റീസിനെയും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷം രണ്ട് കമ്മ്യൂണിറ്റിയും അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനുള്ള തിരിച്ചടി അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും. ഇത് BJPക്ക് വേണ്ടി CPM ചെലവിൽ അവർ നടത്തുന്ന പ്രചരണമാണ്. അത് BJP നടത്തുകയാണെങ്കിൽ പോലും അവരുടെ നിന്ന് ഒരാൾ പാർട്ടി വിട്ടിട്ടാണെന്ന് പറയാം. അത് BJPക്ക് വേണ്ടി CPM നടത്തുന്ന പ്രചരണമാണ്. അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ള LDFന്റെ പരസ്യത്തെക്കുറിച്ചുള്ള പ്രതികരണം നടത്തുകയായിരുന്നു ഷാഫി പറമ്പിൽ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണ് ഇത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.